റൂഫിൽ ഇതുപോലൊരു ഡോർമർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു മെയിൻ റൂഫ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഇതുപോലെ ഡോർമർ റൂഫ് ക്രിയേറ്റ് ചെയ്യണം. ഡോർമർ റൂഫിന്റെ റൂഫും അതുപോലെ ഇതിന്റെ വാൾസും വിൻഡോയും പ്ലേസ് ചെയ്യണം. ഇതിലേക്ക് ഒരു കട്ടും കൊടുക്കണം. ഇങ്ങനെയാണ് ഡോർമർ റൂഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡോർമർ റൂഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പ്ലാൻ ഓപ്പൺ ചെയ്തു. ഇതിലേക്ക് ആദ്യത്തെ മെയിൻ റൂഫ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ആർക്കിടെക്ചർ ടാബിൽ ബിൽഡ് പാനലിൽ റൂഫ് ബൈ ഫുട് പ്രിന്റ് സെലക്ട് ചെയ്തു. ലെവൽ 2ലാണ് കൊടുക്കുന്നത്. യെസ് കൊടുത്തു. പ്രോപ്പർട്ടി പാനലിൽ എഡിറ്റ് ടൈപ്പിൽ പോയിട്ട് മെയിൻ റൂഫ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നെയിം കൊടുക്കാണ്. മെയിൻ റൂഫ് ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്തു. മെയിൻ റൂഫ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാണ്. റെക്ടാങ്കിൾ ടൂൾ യൂസ് ചെയ്ത് ഇവിടെ മെയിൻ റൂഫ് ക്രിയേറ്റ് ചെയ്തെടുത്തു. റൂഫ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ ടെമ്പററി ഡയമെൻഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയമെൻഷൻസ് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ റൂഫ് ക്രിയേറ്റ് ആയി. റൂഫ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ 3D വ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൂഫ് കാണാനായിട്ട് പറ്റും. റൂഫ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് സ്ലോപ്പ് കൊടുക്കാതെയായിരുന്നു. വീണ്ടും ഈ റൂഫിനെ ഒന്ന് സെലക്ട് ചെയ്തു. എഡിറ്റ് ഫുട് പ്രിന്റ് ആഡ് ചെയ്തതിന് ശേഷം റൂഫിനെ സെലക്ട് ചെയ്ത് ഡിഫൈൻ സ്ലോപ്പ് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഡിഫൈൻ സ്ലോപ്പ് ടിക്ക് ചെയ്തതിന് ശേഷം ഇപ്പൊ 30 ഡിഗ്രി സ്ലോപ്പിലാണ് റൂഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ലോപ്പ് ആഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ റൂഫ് ക്രിയേറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഈ ഒരു പോർഷനിലാണ് ഡോർമർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആർക്കിടെക്ചർ ടാബിൽ ഫസ്റ്റ് ഡോർമറിന്റെ വോളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബിൽഡ് പാനലിൽ വോൾ ആർക്കിടെക്ചറൽ സെലക്ട് ചെയ്ത് പ്രോപ്പർട്ടി പാനലിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് വോള് സെലക്ട് ചെയ്യാം. ആ വോളിനെ എഡിറ്റ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഡോർമർ വോൾ എന്ന നെയിം കൊടുക്കാം. വോളിന് നെയിം കൊടുത്തതിന് ശേഷം സ്ട്രക്ചറിൽ എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ തിക്നെസ്സും കാര്യങ്ങളും മെറ്റീരിയലും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു നെയിമും തിക്നെസ്സും ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. സെയിം പ്രോപ്പർട്ടീസ് കൊടുത്ത് തന്നെ ഇതിലേക്കുള്ള വോള് ക്രിയേറ്റ് ചെയ്യാം. ബേസ് കൺസ്ട്രെയിൻ എന്നുള്ളത് ലെവൽ 2ഉം ടോപ്പ് കൺസ്ട്രെയിൻ അൺകണക്റ്റഡ് ആക്കി അൺകണക്റ്റഡ് ഹൈറ്റ് ഒരു 1500 ആഡ് ചെയ്ത് റെക്ടാങ്കിൾ ഷേപ്പ് എടുത്ത് ഇവിടെ ഒരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഈ റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വോളിന്റെ 4 സൈഡും സെലക്ട് ചെയ്യാം. ഒരു വോളിനെ സെലക്ട് ചെയ്ത് SA ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള എല്ലാ വോൾസും സെലക്ഷനിൽ വരും. അതിനുശേഷം കീബോർഡിലെ ആരോ കീ അപ്പ് കീ യൂസ് ചെയ്ത് ഇതിനെ ടോപ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ ഒരു വോള് ഹൈഡ് ആയി തുടങ്ങും. ആ ഒരു പോയിന്റിൽ ആ വോളിനെ മാത്രം സെലക്ട് ചെയ്ത് ആരോ കീ മൂവ് ചെയ്യാം. അപ്പൊ ആ വോള് മൊത്തത്തിൽ ഹൈഡ് ആയിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ ആ വോളിനെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ മൊത്തം 3 വോളാണ് വരുന്നത്. ഈ വോളിലേക്ക് എക്സ്ട്രൂഷൻ യൂസ് ചെയ്ത് റൂഫ് ക്രിയേറ്റ് ചെയ്യണം. ആർക്കിടെക്ചർ ടാബിൽ തന്നെ റൂഫിന്റെ അണ്ടറിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പാണ് റൂഫ് ബൈ എക്സ്ട്രൂഷൻ. റൂഫ് ബൈ എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള പ്ലെയിൻ പിക്ക് ചെയ്യണം. പിക്ക് പ്ലെയിൻ യൂസ് ചെയ്ത് ഏതാണോ വെർട്ടിക്കൽ പ്ലെയിൻ ആ പ്ലെയിൻ പിക്ക് ചെയ്ത് കൊടുക്കാം. പിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റൂഫ് സ്കെച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ലൈൻ ടൂൾ തന്നെ സെലക്ട് ചെയ്ത് ഇതിന്റെ മിഡ് പോയിന്റ് കിട്ടുന്നതിന് വേണ്ടി ആദ്യം റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു ലൈൻ വരച്ചു. അതിനുശേഷം ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്നും ജസ്റ്റ് ഈ ലൈൻ ഒന്നും കൂടി വരച്ചു കൊടുക്കാം. ആദ്യത്തെ ലൈൻ വരച്ചിട്ടുണ്ട്. ലൈൻ ടൂൾ സെലക്ട് ചെയ്തു. മിഡ് പോയിന്റ് സെലക്ട് ചെയ്ത് ഒരു സൈഡ് വരച്ചു. അപ്പുറത്തെ സൈഡിലേക്കുള്ള റൂഫും കൂടി ആഡ് ചെയ്തു. ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് മിറർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോഡിഫൈ പാനലിൽ മിററിൽ പിക്ക് ആക്സിസ് സെലക്ട് ചെയ്ത് ആക്സിസ് പിക്ക് ചെയ്ത് കൊടുക്കാം. ആക്സിസ് പിക്ക് ചെയ്തതിന് ശേഷം അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ ലൈൻസും ഡിലീറ്റ് ചെയ്ത് കളയാം.
ഡിലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ റൂഫ് ക്രിയേറ്റ് ആയി. ഈ റൂഫിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡോർമർ റൂഫിന് നെയിം കൊടുക്കാം. അതിന്റെ തിക്നെസ്സും എഡിറ്റ് ചെയ്ത് കുറയ്ക്കാം. അതിനുശേഷം ഈ ഒരു റൂഫിനെ മെയിൻ റൂഫായിട്ട് അറ്റാച്ച് ചെയ്യണം. ഈ റൂഫിന്റെ ലെങ്ത് എത്രയാണെന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഈ ഒരു പോയിന്റിലേക്കാണ് വന്നിട്ടുള്ളത് എങ്കിൽ ഇതിനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ റൂഫായി പ്രോപ്പറായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി മോഡിഫൈ ടാബില് ജോമെട്രി പാനലിൽ ജോയിൻ ഓർ അൺജോയിൻ റൂഫ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് ഡോർമറിന്റെ എഡ്ജ് ആദ്യം പിക്ക് ചെയ്യണം. അതിനുശേഷം മെയിൻ റൂഫും. സോ ഈ ഒരു ഡോർമർ മെയിൻ റൂഫുമായിട്ട് ജോയിൻ ആയി. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വോളിനെ റൂഫുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി വോളിനെ സെലക്ട് ചെയ്തു. അറ്റാച്ച് ടോപ്പ് ഓർ ബേസ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. വോളിന്റെ ടോപ്പ് അറ്റാച്ച് ആവേണ്ടത് ഈ ഒരു ഡോർമർ റൂഫിലേക്കും, അറ്റാച്ച് ടോപ്പ് ഓർ ബേസ് സെലക്ട് ചെയ്തു. വോളിന്റെ ബേസ് അറ്റാച്ച് ആവേണ്ടത് ഈ ഒരു മെയിൻ റൂഫിലേക്കും. ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ടോപ്പ് വ്യൂല് തന്നെ ഇടുന്നുണ്ട്. ഈ റൂഫിലേക്കുള്ള ഓപ്പണിംഗ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം വയർ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്തെടുത്തു. നെക്സ്റ്റ് ആർക്കിടെക്ചർ ടാബിൽ ഓപ്പണിംഗ് പാനലിൽ ഡോർമർ ഓപ്പണിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഡോർമർ ഓപ്പണിംഗ് സെലക്ട് ചെയ്ത് ആദ്യം മെയിൻ റൂഫിലാണ് നമുക്ക് ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ട് മെയിൻ റൂഫ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഓരോ എഡ്ജുകളായിട്ട് പിക്ക് ചെയ്ത് കൊടുക്കാം. ഓപ്പണിംഗ് എങ്ങനെയാണോ വേണ്ടത് ആ എഡ്ജുകൾ ഓരോന്നായി പിക്ക് ചെയ്തു. ഇത് ക്ലോസ്ഡ് ലൂപ്പ് ആക്കുന്നതിന് വേണ്ടി ട്രിം സെലക്ട് ചെയ്ത് ട്രിം ചെയ്ത് കൊടുക്കാം. ഓരോ സൈഡുകളായിട്ട് ട്രിം ചെയ്തെടുത്തു. ട്രിം ചെയ്തതിന് ശേഷം ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പണിംഗ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. മെയിൻ റൂഫിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തത് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇതിലേക്കുള്ള ഒരു വിൻഡോ ആഡ് ചെയ്ത് കൊടുക്കണം. വിൻഡോ ആഡ് ചെയ്യാനായിട്ട് ആർക്കിടെക്ചറിൽ തന്നെ വിൻഡോ സെലക്ട് ചെയ്തു. ഒരു വിൻഡോ ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തു. സോ ഇങ്ങനെയാണ് നമ്മൾ ഡോർമർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്.